ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിന്റെ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ജോബിനോട് ശത്രുക്കൾ ചോദിച്ചതാ, സ്നേഹിതരായി അഭിനയിച്ചവർ ചോദിച്ചതാ. പക്ഷെ ഈ പറഞ്ഞതൊരു സത്യമാണ്. നിന്റെ ദൈവഭക്തി നിനക്കൊരു ബലം നൽകുമല്ലോ. നിന്റെ ഉള്ളിലെ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകും. എന്നാ കുഴഞ്ഞു മറിയുമ്പോഴും നിന്റെ ഉള്ളിൽ ഒരു സത്യമുള്ളപ്പം നിന്റെ മുഖത്തൊരു തേജസ് ഉണ്ടാവില്ലേ? നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരും. അപ്പം നമുക്ക് ബലവും പ്രത്യാശയും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ദൈവഭക്തിയും നിഷ്കളങ്കതയും മുറുകെ പിടിക്കുമ്പം നമുക്ക് ഒരിടത്തും തലകുനിക്കാതിരിക്കാൻ ഒരു അഭിഷേകം കിട്ടും. സത്യത്തിൽ ആ ചോദ്യം തലമുറകളുള്ള ചോദ്യമാണ്. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിന്റെ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ തരുന്നില്ലേ? തരുമല്ലോ. അപ്പം ദൈവഭക്തി തരുന്ന ബലവും നിഷ്കളങ്കത തരുന്ന പ്രത്യാശയുമായി മുന്നോട്ട് പോകണം, പോരാടണം, തോറ്റുകൊടുക്കരുത്. കർത്താവിൻ്റെ ഈ വചനം ഇന്ന് പോരാടാൻ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.